കെ പത്മകുമാറെ DGP കേഡറായി പ്രൊമോട്ട് ചെയ്തതുപോലെ കേന്ദ്ര PSC നോമിനേറ്റ് ചെയ്തവരടക്കമുള്ള ഒരു 5 അംഗ സമിതി DGP ആയിട്ട് യോഗ്യനായ ആളാണ് രവതാ ചന്ദ്രശേഖരൻ അടക്കമുള്ള 3 പേർ എന്ന് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഒരു നിയമനം മാത്രമാണ് ഈ DGP നിയമനം. അതുകൊണ്ട് വസ്തുത ഇതായിരിക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനാ രീതിയിലുള്ള പ്രചാരവേല നടത്തുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ശരിയല്ല, ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല. ഞങ്ങൾ അന്ന് സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. അത് വെടിവെപ്പിന് ഉത്തരവാദികളായ എല്ലാവരുടെ പേരിലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഇന്ന് ഈ ആളുകൾ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, എല്ലാവരുടെ പേരിലും. അപ്പം അങ്ങനെ പറയാൻ കാരണം ഫയറിംഗ് സ്ക്വാഡിലുണ്ടായിരുന്ന ഈ ആളടക്കം വെടിവെച്ചു. അപ്പോൾ ആ സംഭവത്തിന് ഉത്തരവാദികളുടെ പേരിലുള്ള നടപടി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിൽ എല്ലാ തെളിവുകളും നോക്കിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് സംഭവത്തിൽ പ്രതിയായ കെ പത്മകുമാറും പ്രതിയായ രവതാ ചന്ദ്രശേഖരനും ഒരാൾ DGP കേഡറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു, മറ്റൊരാൾ DGP ആയി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയായിട്ട് മാറി. ഇതാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് നമ്മൾ ആവർത്തിച്ച് വിശദീകരണം കൊടുക്കുന്നില്ലല്ലോ. അല്ലല്ല, ഈ ആവർത്തിച്ച് ഈ കാര്യം ഞാൻ അന്നത്തെ ദിവസം കായംകുളം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അലിയാർ അനുസ്മരണ പരിപാടിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാനവിടെ പ്രസംഗിച്ചതാണ്. നിങ്ങളവിടെ ഉണ്ടായിട്ടില്ല. ഞാനന്ന് ഇപ്പം എന്താണോ പറഞ്ഞത് അത് മുഴുവൻ പറഞ്ഞതാണ്. ആവർത്തനത്തിൻ്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, സുവ്യക്തമാണ്. പാർട്ടി പ്രവർത്തകരിലോ DYFI പ്രവർത്തകരിലോ ആശങ്കയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കെട്ടിപ്പൊക്കിയ ആ വാർത്ത ഇതോടുകൂടി അല്പായുസ് മാത്രമുള്ള വാർത്തയായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ മറുഭാഗം ഉണ്ടല്ലോ, രവതാ ചന്ദ്രശേഖരനെ DGP ആക്കിയില്ല എന്ന് കരുതുക. യോഗ്യതയും കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ സർക്കാർ ഒഴിവാക്കുന്നു. ഉടൻ വരുന്ന മനോരമയുടെ മുൻ പേജിലെ തലക്കെട്ട് എന്താവും? കൂത്തുപറമ്പിന് പകരം പോക്കൽ. അപ്പോൾ ഒരു വിഷയമേ നിങ്ങൾക്ക് വേണ്ടു. നമുക്ക് പകരം പോക്കലുമില്ല, മറിച്ച് പകരക്കാരനെ തീരുമാനിക്കലുമില്ല. നമ്മൾ നിയമപരമായി എന്താണോ അത് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഭിന്നതയും ഇല്ല. ഞാനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള 32 പേർ ലാത്തി ചാർജിൽ പരിക്ക് പറ്റിയിട്ട് അവിടെ കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ ടൗൺ ഹാളിൻ്റെ പരിസരം അർദ്ധബോധാവസ്ഥയിൽ വീണ് കിടക്കുന്ന സമയത്ത് P. ജയരാജൻ അടക്കമുള്ളവരാണ് പ്രകടനമായി പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്നത്. P. ജയരാജനും ഇതെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണ് P. ജയരാജൻ അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ വളച്ചൊടിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അക്കാര്യം സത്യസന്ധമായി എന്താണ് നടന്നത് എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ഗവൺമെൻറ് കൈക്കൊണ്ട DGP നിയമനത്തിനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്നോട് പ്രത്യേക അഭിമുഖം വേണമെന്ന് പറയുന്ന ഒരു ദല്ലാളാണ്. അപ്പോൾ പിന്നെ ഏഷ്യാനെറ്റും ദല്ലാളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കാര്യം വ്യക്തമാണ്, ഈ ദല്ലാളന്മാർ നയിക്കുന്ന മാധ്യമ പ്രവർത്തന ശൈലി അത് ഇടതുപക്ഷ വേട്ടക്കുള്ള ശൈലിയാണ്. അതുകൊണ്ട് ജയരാജൻ തന്നെ സുവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടിയുടെ നിലപാടും ജയരാജൻ്റെ നിലപാടും ഈ MV ജയരാജൻ്റെ നിലപാടും ഇനി പാർട്ടിയിലുള്ള ഏതൊരാളുടെ നിലപാടും ഒറ്റയൊന്നു മാത്രമാണ്. നിയമപരമായി DGP ആയി രവതാ ചന്ദ്രശേഖരനെ സർക്കാരാണ് തീരുമാനിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ അദ്ദേഹം വെടിവെക്കാൻ ഉത്തരവ് നൽകിയിട്ടില്ല. വെടിവെപ്പിൽ പങ്കാളിയായിട്ടുള്ള ഒരു തെളിവും ഇല്ലെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട്.